ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. അപ്പൊ ഇന്നത്തെ എന്റെ ഡെയിലി വ്ലോഗിലേക്ക് ഏവർക്ക് സ്വാഗതം. നമ്മുടെ ഡെയിലി വ്ലോഗ് ഇന്ന് 45-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നെയിം മീറ്റിംഗ് ചാലഞ്ച് ആണ്. അപ്പൊ അശ്വതി എന്നുള്ള നെയിമാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പൊ എല്ലാരും ആയോ, നമുക്ക് നെയിം മീറ്റിംഗ് ചാലഞ്ചിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യത്തെ ലെറ്റർ വരുന്നത് എ ആണ്. എയിൽ നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് ആൽഫലീവിന്റെ എക്ലെയർ പോപ്പ് എന്നുള്ള മുട്ടായിയാണ്. ഈ മുട്ടായി നല്ല രീതിക്ക് മെൽറ്റ് ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോഴത്തേക്ക് കടിച്ചപ്പോഴത്തേക്കും ആദ്യ ഭാഗങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇത് തിന്നാൻ നല്ല പാടുണ്ടായിരുന്നു കേട്ടോ. കടിച്ചപ്പോഴത്തേക്കും പല്ലിലൊക്കെ അങ്ങ് ഒട്ടിപ്പിടിക്കായിരുന്നു ചെയ്തത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് തുപ്പിക്കളഞ്ഞു കേട്ടോ. ഒരുമാതിരി ആയിരുന്നു പല്ലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട്. അങ്ങനെ എ എന്നുള്ള ലെറ്റർ നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത ലെറ്റർ വരുന്നത് എസ് ആണ്. എസ്സിൽ നമ്മളിവിടെ എടുത്തിരുന്നത് സെസമി ബോൾ ആണ്. വേറെ നല്ല എള്ളുണ്ട്, അത്ര തന്നെ. അങ്ങനെ ഞാൻ പൊട്ടിച്ച് വലിയ കാര്യത്തിൽ കഴിക്കാൻ കിടന്നത് ആട്ടോ. ഒരു കടി കടിച്ചപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ പൊട്ടി വരുന്നില്ല. അങ്ങനെ ഒരു കടി അടിച്ച് 2 കടി അടിച്ച് പറ്റുന്നില്ല കേട്ടോ, പൊട്ടി വരുന്നില്ല. പിന്നെ കുറച്ചൊക്കെ സൈഡിലുള്ളതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു പല്ലിന്റെ ബലം അങ്ങനത്തെ എന്റെ പല്ലിന്റെ ബലം നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അല്ലേ. അപ്പൊ നമ്മൾ എസ് എന്നുള്ള ലെറ്റർ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അടുത്ത ലെറ്റർ വരുന്ന ഡബ്ല്യു ആണ്. അപ്പൊ ഡബ്ല്യൂല് നമ്മൾ എടുത്തേക്കുന്നത് വിൻകിങ് കൗ എന്ന് പറഞ്ഞ ഒരു സ്ട്രോബെറി ഷേക്ക് ആണ് കേട്ടോ. ഇതിനെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വാങ്ങുന്നത്. എടുത്തു പറയാനാണെങ്കിൽ നമ്മൾ ഈ റോസ് മിൽക്ക് ഒക്കെ കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ലേ, അത് തന്നെ ആട്ടോ എനിക്ക് തോന്നിയത്. പിന്നെ നല്ല രീതിക്ക് തിക്ക് ആയിട്ടുണ്ടായിരുന്നു. അതേ ഉള്ളൂ എടുത്ത് പറയാൻ വേണ്ടിയിട്ട്. എന്നാലും കൊള്ളാം കേട്ടോ. അങ്ങനെ ഡബ്ല്യു എന്നുള്ള അക്ഷരം നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ലെറ്റർ വരുന്നത് എ ആണ്. എയിൽ നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് ആൽവലീവിന്റെ കാരമൽ കോഫി ആണ്. നമ്മളെപ്പോഴും എടുക്കുന്നത് മറ്റേ സ്ട്രോബെറിയുടെ അല്ലേ. നമ്മളിപ്പോൾ ഇപ്രാവശ്യം ഒന്ന് വെറൈറ്റി ആക്കാന്ന് വെച്ചാൽ കാരമൽ കോഫി എടുത്ത് കേട്ടോ. പണ്ട് എപ്പോഴും 50 പൈസയ്ക്ക് കഴിക്കുന്ന ഓർമ്മയ്ക്കാണ് കേട്ടോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അങ്ങനെ എ എന്നുള്ള ലെറ്റർ നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്ത ലെറ്റർ വരുന്നത് ടി ആണ്. ടീയിൽ നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് ടൈം പാസിന്റെ ബിസ്ക്കറ്റ് ആണ്. ക്ലാസിക് സോൾട്ടഡ് എന്ന് പറഞ്ഞേ. ക്ലാസിക് സോൾട്ടഡ് എന്ന് എഴുതിയപ്പോൾ ഞാൻ വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ ചെറിയ രീതിക്ക് ഉപ്പൊക്കെ വരുന്ന ബിസ്ക്കറ്റ് ആയിരിക്കും കേട്ടോ. പക്ഷെ ഇതിന് ഒട്ടും ഉപ്പില്ല, ഉപ്പും ഇല്ല, മധുരമില്ല. ഒരു നോർമൽ ആയിട്ടുള്ള ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന് വരുന്നത്. അങ്ങനെ പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കൊള്ളാൻ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ എസ് എന്നുള്ള ലെറ്റർ നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്ത ലെറ്റർ വരുന്നത് എച്ച് ആണ്. എച്ചിൽ നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് ഹണി സ്വീറ്റ്സ് ആണ്, തേൻ മിഠായി. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ 25 പൈസയ്ക്ക് 50 പൈസയൊക്കെ ആയിരുന്നു കേട്ടോ ഇതിന്. ഇപ്പോഴാണ് ഇതിന് 1 രൂപയ്ക്ക് ആയത്. പണ്ടത്തെ മുട്ടായി ഇപ്പോഴത്തെ തേൻ മിഠായി തമ്മിൽ നല്ല രീതിക്ക് വ്യത്യാസമുണ്ട് കേട്ടോ. പണ്ടത്തെ മുട്ടായി നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും ഈ പഞ്ചസാര ലായനിയൊക്കെ നമ്മുടെ വായിൽ ഇങ്ങനെ വരുവായിരുന്നു കേട്ടോ. ഇപ്പൊ ഇതിനകത്ത് അങ്ങനൊന്നും ഇല്ല. നോർമലി ഒരു പഞ്ചസാരയുടെ ടേസ്റ്റ് ഉണ്ട്, അതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ എച്ച് എന്നുള്ള ലെറ്റർ നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ ലെറ്റർ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ലാസ്റ്റത്തെ ലെറ്റർ വരുന്നത് ഐ ആണ്. അതിൽ നമ്മളിവിടെ എടുത്തേക്കുന്നത് എപ്പോഴത്തേക്കും പോലെ തന്നെ ഐസ്ക്രീം ആണ് കേട്ടോ. പക്ഷെ എപ്പോഴും എടുക്കുന്ന ഐസ്ക്രീം അല്ല കേട്ടോ. ഓരോ വട്ടം വാങ്ങുമ്പോഴും ഓരോരോ ഫ്ലേവർ ആണ് കേട്ടോ നമ്മൾ വാങ്ങിയത്. ഐസ്ക്രീം വാങ്ങിച്ചപ്പോൾ തന്നെ കുഞ്ഞുമണി അടുത്ത് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ കൈയൊക്കെ കാണാം. അപ്പോൾ ഇതിനെ കഴിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇവിടെ. അങ്ങനെ ലാസ്റ്റത്തെ ലെറ്റർ നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു നെയിം മീറ്റിംഗ് ചാലഞ്ച് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോസ് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് കേട്ടോ. ഇന്നലെ ഇട്ട വീഡിയോ തന്നെ 7.3K വ്യൂസ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കയറാൻ ഒരു നല്ല രീതിക്ക് പാടുണ്ട്. അപ്പോൾ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരാൻ ചെയ്യുമ്പോൾ